എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 66-ാമത്തെ സർഗത്തിൽ 13-ൻ്റെ ബാക്കി ഭാഗവും 19 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ശൈവമായിട്ടുള്ള ധനുസ് എങ്ങനെയാണ് ജനക മഹാരാജാവിൻ്റെ കയ്യിലെത്തിയത് എന്നാണ്. ആ കഥയൊക്കെ പറഞ്ഞ് നിർത്തുകയാണ്. എന്നിട്ട് എന്തൊക്കെയാണ് സീതയുടെ കാര്യങ്ങളെന്നൊക്കെ പറയാൻ പോവുകയാണ്. നമുക്ക് ശ്ലോകം നോക്കാം. അഥമേ കൃഷതഃ ക്ഷേത്രം ലാംഗലാദുത്ഥിതാ തതഃ ക്ഷേത്രം ശോധയതാ ലബ്ധാ നാംനാ സീതേതി വിശ്രുതാ. അഥ ക്ഷേത്രം കൃഷതഃ മമ. അങ്ങനെ യാഗമൊക്കെ ചെയ്തിട്ട് ഒരിക്കൽ ഈ ഭൂമി ഉഴാൻ തുടങ്ങിയവനായ എനിക്ക്, യാഗത്തിൻ്റെ അവസാനം യാഗശാല കത്തിക്കുക, ആ ഭൂമി ഉഴുക, അതിൽ കൃഷി ഇറക്കുക എന്നുള്ളതൊക്കെയാണ് സാധാരണമായിട്ട് പണ്ടത്തെ കാലത്ത് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ പാടം കൃഷിസ്ഥലം ഉഴുവാൻ തുടങ്ങിയവനായ എനിക്ക് എന്ത് സംഭവിച്ചു? ലാംഗലാത് ഉത്ഥിത. ലാംഗലം കലപ്പ ചെന്ന് കൊണ്ടപ്പോൾ, തട്ടിയപ്പോൾ, തതഹ അവിടെ നിന്ന്, ആ കൃഷിസ്ഥലത്ത് നിന്ന് എനിക്ക് ഒരു പുത്രിയെ കിട്ടുകയുണ്ടായി. അവിടെ ക്ഷേത്രം ശോധയതാ മയ. ക്ഷേത്രം കൃഷിസ്ഥലം. ആ കൃഷിസ്ഥലമൊക്കെ ഒന്ന് പരിശോധിച്ചു നോക്കിയപ്പോൾ എന്തുമിലാണ് തൻ്റെ കലപ്പ ചെന്ന് മുട്ടിയത് എന്നുള്ളതൊക്കെ ഒന്ന് നോക്കി വന്നപ്പോൾ എനിക്ക് ആരെ കിട്ടി? നാംനാ സീത ഇതി വിശ്രുത ലബ്ധ. കാചിത് കന്യാ ലബ്ധ. സീത എന്ന പേരുള്ള ഒരു കന്യാരത്നത്തെ, മകളെ എനിക്ക് കിട്ടുകയുണ്ടായി. ഈ കലപ്പ ചെന്ന് മുട്ടിയതൊരു പെട്ടിയിലായിരുന്നു. ആ പെട്ടി തുറന്ന് നോക്കിയപ്പോൾ അതിലൊരു പുത്രി ഉണ്ടായിരുന്നു. ആ പുത്രിയെ കിട്ടിയത് ഈ കൃഷിസ്ഥലത്ത് നിന്നാണ്. എന്നിട്ട് എന്താണ് ഈ വില്ലുമായിട്ട് സീതയ്ക്ക് ബന്ധം എന്നുള്ളത് പറയാണ്. ഭൂതലാദുത്ഥിതാസാതു വ്യവർദ്ധത മമാത്മജാ വീര്യശുൽക്കേതിമേ കന്യാ സ്ഥാപിതേയമയോനിജ. ഭൂതലാദുത്ഥിതാസ. ഭൂമിയിൽ നിന്ന് ഉയർന്നു വന്നവളായ, ഭൂമി ജനിപ്പിച്ചവളായിട്ടുള്ള ആ പെൺകുട്ടി മമ ആത്മജ വ്യവർദ്ധത. എൻ്റെ മകളായിട്ട് തന്നെ ഞാൻ അവളെ വളർത്തി. സീതയെ കിട്ടിയത് ഈ മണ്ണ് ഉഴുതു മറിച്ചപ്പോഴാണെങ്കിലും അവളെ ഞാൻ എൻ്റെ മകളായിട്ട് തന്നെയാണ്, മറ്റ് പെൺകുട്ടികളെ പോലെ തന്നെയാണ് ഞാൻ സീതയെയും വളർത്തിയത്. അവൾ വളർന്നു വലുതായപ്പോൾ ആ കന്യകയ്ക്ക് വേണ്ടിയിട്ട് എന്താ ചെയ്തത്? മേ കന്യ വീര്യശുൽക്ക ഇതി. മേ കന്യ അയോനിജ കന്യ. എൻ്റെ അയോനിജയായിട്ടുള്ള കന്യ. അയോനിജ എന്ന് വെച്ചാൽ ആരുടെ ഗർഭത്തിലും പിറക്കാത്തവൾ, ആരാലും പ്രസവിക്കപ്പെടാത്തവൾ എന്നുള്ള അർത്ഥത്തിലാണ്. അതാണ് അയോനിജ. ബാക്കിയുള്ള ശിശുക്കളൊക്കെ യോനിജങ്ങളാണ്. പക്ഷേ സീത ഭൂമി നൽകിയവളാണ് എന്നുള്ളത് കൊണ്ട് സീത അയോനിജയാണ്. അങ്ങനെയുള്ള ആ സീതയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്തത്? സാധു വീര്യശുൽക്ക മേ കന്യ. വീര്യശുൽക്കയായിട്ട് ഞാൻ അവളെ പ്രഖ്യാപിച്ചു. അതായത് ഞാനൊരു ഉപാധി വയ്ക്കുകയാണ് ചെയ്തത്. ആ ഉപാധി ഈ വില്ലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് വേണ്ടതുപോലെ കുലയ്ക്കുന്ന ആൾക്കാർക്ക് മാത്രമേ തൻ്റെ മകളായിട്ടുള്ള സീതയെ വിവാഹം ചെയ്തു കൊടുക്കുള്ളൂ എന്നുള്ള, അതാണ് വീര്യശുൽക്ക. വീരന്മാർക്ക് അല്ലെങ്കിൽ വീര്യം പ്രകടിപ്പിക്കുന്നവർക്ക് സമ്മാനമായിട്ട്, അവരോടുള്ള ആദരവായിട്ട് നൽകപ്പെടുന്നവൾ അതാണ്. അല്ലെങ്കിൽ ഇവളെ വിവാഹം കഴിക്കാൻ വരുന്നവർക്ക് അത്രയ്ക്കെങ്കിലും കുറഞ്ഞത് വീര്യം വേണം. ആ വില്ലെടുത്ത് പൊക്കാനും ആരോപണം ചെയ്യാനും അസ്ത്രം ചെയ്യാനും ഒക്കെ ഉള്ളതായ കഴിവുള്ളവർക്ക് മാത്രമേ തൻ്റെ മകളെ കൊടുക്കുള്ളൂ എന്നുള്ള ആ ഒരു ഉപാധി ഞാൻ വച്ചിരുന്നു. ഭൂതലാദുത്ഥിതാം താം തു വർദ്ധമാനാം മമാത്മജാം വരയാമാസുരാഗത്യ രാജാനോ മുനിപുങ്കവ. ആ സമയത്ത് വീര്യശുൽക്കയാണ് സീത എന്ന് മനസ്സിലാക്കാതെ പലരും അവളെ വിവാഹം കഴിക്കാനായിട്ട് വന്നു. അതാണ് ഭൂതലാദുത്ഥിതാം താം തു വർദ്ധമാനാം മമ ആത്മജാം. ഭൂതലത്തിൽ നിന്ന് ലഭിച്ചവളും ഞാൻ വളർത്തുന്നവളുമായ എൻ്റെ വളർത്തുപുത്രി എന്നുള്ള നിലയ്ക്ക്, ജനക മഹാരാജാവിൻ്റെ വളർത്തുപുത്രിയാണ് എന്നുള്ള നിലയ്ക്ക് സീതയെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ധാരാളം രാജാക്കന്മാർ വരേണ്ടായി. അല്ലയോ മുനിപുങ്കവ, വിശ്വാമിത്ര,
രാജാനഃ ആഗത്യ വരയാമാസു. വിവിധ സ്ഥലങ്ങളിൽ നിന്നും രാജാക്കന്മാര് ഇവളെ വിവാഹം കഴിക്കാനായിട്ട് വരേണ്ടായി. പക്ഷേ ഞാൻ എന്ത് ചെയ്തില്ല? തേഷാം വരയതാം കന്യാം സർവേഷാം പൃഥിവീക്ഷിതാം വീര്യശുൽക്കേതി ഭഗവാൻ ന ദദാമി സുതാമഹം. തേഷാം സർവേഷാം വരയതാം പൃഥിവീക്ഷിതാം വീര്യശുൽക്ക ഇതി ന സുതാം അഹം ന ദദാമി. അങ്ങനെ എത്രയോ രാജാക്കന്മാർ എൻ്റെ അടുത്തേക്ക് വിവാഹം കഴിക്കാനുള്ള മോഹത്തോടു കൂടിയിട്ട് വന്നു ചേർന്നുവെങ്കിലും, അതാണ് സർവേഷാം പൃഥിവീക്ഷിതാം വരയതാം, വരണം ചെയ്യണം, ഇവളെ വിവാഹം കഴിക്കണം, സീതയെ വിവാഹം കഴിക്കണം എന്ന് വിചാരിച്ച് കൊട്ടാരത്തിലേക്ക് എത്തിച്ചേർന്നവരായിട്ടുള്ള സകല രാജാക്കന്മാരും അവരെയൊക്കെ പറഞ്ഞു മനസ്സിലാക്കി, യം വീര്യശുൽക്ക, ഇവള് വീര്യശുൽക്കയാണ്, അതുകൊണ്ട് ഇതുവരെയും സുതാമഹം ന ദദാമി, ഞാൻ ആർക്കും അവളെ വിവാഹം കഴിച്ച് കൊടുത്തിട്ടില്ല, ഞാൻ ആർക്കും തരൂല്ല എന്ന് പറഞ്ഞു. വീര്യശുൽക്കയാണെന്നുള്ളത് കൊണ്ട് അവരവരുടെ കഴിവ് പ്രകടിപ്പിച്ചാൽ, ഈ വില്ലെടുത്ത് കുലച്ചാൽ മാത്രമേ തൻ്റെ പുത്രിയെ വിവാഹം കഴിച്ച് തരുള്ളൂ എന്ന് വിവാഹം കഴിക്കാനായിട്ട് മോഹത്തോടു കൂടി വന്ന എല്ലാ രാജാക്കന്മാരോടും ഞാൻ പറയണ്ടായി. ഇതുവരെ സീതയെ ആരും വരിച്ചിട്ടില്ല എന്നും കൂടിയാണ് പറയണത്. അതിനുശേഷം തതഃ സർവേ നൃപതയ സമേത്യ മുനിപുംഗവ മിഥിലാമപ്യുപാഗമ്യ വീര്യം ജിജ്ഞാസവസ്തദാ തേഷാം ജിജ്ഞാസമാനാനാം ശൈവം ധനുരുപാഹൃതം. അങ്ങനെ അതിനുശേഷം തതഃ സർവേ നൃപതയ സമേത്യ, അല്ലയോ മുനിപുംഗവ വിശ്വാമിത്ര, എല്ലാ രാജാക്കന്മാരും കൂടിച്ചേർന്നുകൊണ്ട് മിഥിലാം ഉപാഗമ്യ, മിഥില രാജധാനിയിൽ വന്നിട്ട് അവർക്ക് എന്തറിയണം എന്നുണ്ടായിരുന്നു? വീര്യം ജിജ്ഞാസവഹ തഥാ വീര്യം, അവിടെ വച്ചിട്ട് ഏതൊന്നിലാണ് തങ്ങളുടെ വീര്യം പ്രകടിപ്പിക്കേണ്ടത്, വീരന്മാരാണ് തങ്ങൾ എന്ന് എന്തിനെ വച്ചുകൊണ്ടാണ് തെളിയിക്കേണ്ടത് എന്ന് ജിജ്ഞാസുക്കളായിട്ട് അവിടെ വരുണ്ടായി, എൻ്റെ കൊട്ടാരത്തിലേക്ക് മിഥിലയിലേക്ക് വരുണ്ടായി. അപ്പോൾ അവർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? തേഷാം ജിജ്ഞാസമാനാനാം, അങ്ങനെ അറിയണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി വന്നവരായിട്ടുള്ള സകല രാജാക്കന്മാർക്കും ഞാൻ എന്താ ചെയ്തു കൊടുത്തത്? ശൈവം ധനു ഉപാഹൃതം, ശൈവധനുസ് ഇവിടെ കൊണ്ടുവന്ന് വച്ച് എല്ലാ രാജാക്കന്മാർക്കും ഇതാണ് ഇതാണ് ഞാനായിട്ട് നൽകിയതായിട്ടുള്ള വീര്യശുൽക്കം, ഈ വില്ലെടുത്ത് കുലച്ചാൽ മാത്രമേ സീതയെ നിങ്ങൾക്ക് വിവാഹം കഴിച്ചു തരുള്ളൂ എന്നുള്ളത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. രാജാക്കന്മാരെന്ത് ചെയ്തു? നശേകുർഗ്രഹണേ തസ്യ ധനുഷസ്തോലനേപി വാ തേഷാം വീര്യവതാം വീര്യമൽപ്പം ജ്ഞാത്വാ മഹാമുനേ. ആ വന്നവരായിട്ടുള്ള രാജാക്കന്മാരൊക്കെ എന്ത് ചെയ്തു? നശേകുഹു, അവരെ കൊണ്ട് സാധിച്ചില്ല. എന്ത്? തസ്യ ധനുഷ ഗ്രഹണേ തോലനെ അഭിവാ, ആ വില്ലൊന്ന് സ്പർശിക്കാനോ എടുക്കാനോ അല്ലെങ്കിൽ ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കിയിട്ട് മുകളിലേക്ക് അങ്ങനെ കുത്തി നിർത്തിയിട്ട് ആണല്ലോ അതിന് ആരോപണം ചെയ്യുക, അതിനൊന്നും പറ്റിയില്ല. ആ വന്ന രാജാക്കന്മാരൊന്നും അതിന് ശക്തിയുള്ളവരായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് എന്ത് മനസ്സിലായി? തേഷാം വീര്യവതാം അല്പം വീര്യം ജ്ഞാത്വാ മഹാമുനെ, ആ വീരന്മാരാണ് എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് വന്നവരായിട്ടുള്ള രാജാക്കന്മാർ, അവരുടെ വീര്യമൊക്കെ വളരെ കുറവാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുകയും ചെയ്തു. ഒറ്റ രാജാക്കന്മാർക്ക് പോലും ആ വില്ലെടുത്തൊന്ന് കുലയ്ക്കാൻ, അതിനെ തൊടാൻ പോലും പറ്റിയില്ല, പിന്നെ അല്ലേ കുലയ്ക്കാൻ. അങ്ങനെ അവരുടെയൊക്കെ വീര്യം വളരെ കുറവാണ്, ഈ പറയണ അത്രയൊന്നും വീര്യം ആർക്കുമില്ല എന്നുള്ളത് എനിക്ക് അവിടെ നിന്നും അപ്പോൾ മനസ്സിലായി എന്നാണ് ജനകൻ പറയണത്. അതിനുശേഷമുള്ള കഥകൾ അടുത്ത ദിവസം നോക്കാം. ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലാം. അഥമേ കൃഷത ക്ഷേത്രം ലാംഗലാദുത്ഥിതാ തതഃ ക്ഷേത്രം ശോധയതാ ലബ്ധാ നാംനാ സീതേതി വിശ്രുതാ ഭൂതലാദുത്ഥിതാ സാതു വ്യവർദ്ധത മമാത്മജാ വീര്യശുൽക്കേതി മേ കന്യാ സ്ഥാപിതേയമയോനിജാ ഭൂതലാദുത്ഥിതാം താം തു വർദ്ധമാനാം മമാത്മജാം വരയാമാസുരാഗത്യ രാജാനോ മുനിപുംഗവ തേഷാം വരയതാം കന്യാം സർവേഷാം പൃഥിവീക്ഷിതാം വീര്യശുൽക്കേതി ഭഗവാൻ ന ദദാമി സുതാമഹം. തതഃ സർവേ നൃപതയഃ സമേത്യ മുനിപുംഗവ മിഥിലാമപ്യുപാഗമ്യ വീര്യം ജിജ്ഞാസവസ്തദാ
തേഷാം ജിജ്ഞാസമാനാനാം ശൈവം ധനുരുപാകൃതം നശേകുർഗ്രഹണേ തസ്യ ധനുഷസ്തോലനേപി വാ തേഷാം വീര്യവതാം വീര്യമൽപ്പം ജ്ഞാത്വാ മഹാമുനേ. അങ്ങനെ ഈ വീര്യം ഉണ്ടെന്ന് പറഞ്ഞു വരുന്നവർക്കൊക്കെ വളരെ കുറച്ച് വീര്യം മാത്രമേ ഉള്ളൂ എന്നുള്ളത് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. അത്രയ്ക്ക് കഴിവുള്ളവർക്ക് മാത്രമേ ഈ ശൈവധനുസ്സൊന്ന് അനക്കാനോ തൊടാനോ കുലയ്ക്കാനോ ഒക്കെ സാധിക്കുള്ളൂ എന്നുള്ളത് ജനക മഹാരാജാവിന് അപ്പോൾ മനസ്സിലായി. ഇനിയുള്ളത് അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.